മാത്രം ഉണ്ടായിരുന്നല്ലോ. ചെന്നൈക്ക് ഖദീജയോട് പറഞ്ഞു ജമ്മിലൂനി ഖദീജ വേഗം പുറപ്പെട്ട് തരുന്നു. അപ്പോൾ ഖദീജ വളരെ നല്ല തൻ്റെയുള്ള ആർജവുള്ള നല്ല ബുദ്ധിമതിയായ സ്ത്രീയായിരുന്നു. അപ്പൊ ഒന്നും ചോദിച്ചില്ല, എന്തോ പ്രശ്നമാണ് മനസ്സിലായി. വേഗം പുറത്തോട്ട് നല്ല വിരിച്ചു കൊടുത്തതിന്റെ പുറത്തോട്ട് ആശ്വാസമായിട്ട് വിചാരിച്ചു. മൂപ്പത്തിന് ബേജാറായില്ല. ഒരു ആശ്വാസം വന്ന് ഇപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, ഞാനിതിന് മരിക്കുന്നു ഉറപ്പിച്ചതാണെന്നു, വലിയ സംഭവം ഉണ്ടായിരിക്കണമെന്നു. അപ്പൊ ഖദീജ പറഞ്ഞ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കല്ല, ഒരിക്കലും നിങ്ങൾ ഇതിന് മരിക്കൂല, എനിക്ക് അപകടം വരൂല. കാരണം ഇന്ന സ്വഭാവം എന്ന് പറഞ്ഞാല് ഇന്നക്കല്ല റഹ്മ ഒരുപാട് ക്വാളിറ്റി ഉള്ള ആളാണ്. നിങ്ങൾ കുടുംബ ബന്ധമൊക്കെ ശരിക്കും പരിഗണിക്കുന്ന ആളാണ്. അതിന് വേണ്ടൊക്കെ ചെയ്യും. അതിഥികളെ സൽക്കരിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. തെക്സിബുൽ മഅദൂമ, ഇല്ലാത്ത ആളുകൾക്ക് അവരെ കാര്യങ്ങളൊക്കെ സഹായിച്ച് നേടിക്കൊടുക്കുന്ന ആളാണ് നിങ്ങൾ. തഹ്മിലുൽ കല്ല, അശരണരെ സഹായിക്കുന്ന ആളാണ്. ഇങ്ങനത്തെ 4-5 ഗുണങ്ങളുള്ള ഒരു പ്രത്യേക മനുഷ്യനാണ്. അങ്ങനത്തെ ആൾക്കാരെ ചരിത്രത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരാളെയും അള്ളാഹു കൈയൊഴിച്ച ചരിത്രമില്ല, നിങ്ങൾക്കൊന്നും സംഭവിക്കൂലായിരുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ നമ്മുടെ ഭാര്യമാര് പറയുമ്പോൾ. അപ്പൊ നമുക്ക് സമാധാനമായി. എന്നിട്ട് നബി തങ്ങൾ ഒരു ആശ്വാസമായപ്പോൾ നേരെ ഖദീജ ബീവിന്റെ ലക്ഷണം കേട്ടിട്ട് മനസ്സിലായി ഖദീജ ഭയങ്കര അറിവുള്ള ആളായിരുന്നു പൂർവ്വ കാര്യങ്ങളെ കുറിച്ച്. നേരെ ഖദീജ ബീവിന്റെ മൂത്താപ്പാന്റെ ഒരു മകനുണ്ട്, വറഖത്ത് ബിൻ നൗഫൽ. അന്നത്തെ പൂർവ്വകാലത്ത് ഈസ നബിന്റെ ദീനനുസരിച്ച് പോരുന്ന ആളാണ്. നമ്മൾ ഇന്നത്തെ ക്രിസ്ത്യാനി അന്നത്തെ യഥാർത്ഥ ദീനിന്റെ ആള്, നല്ല വിവരമുള്ള ആളാണ്. നേരെ റസൂലുള്ളാഹിനെ കൂട്ടിയിട്ട് ഈ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞു, ഇസ്മാ മിൻ അഖീക, നിങ്ങളുടെ സഹോദരന് ചില സംഭവങ്ങൾ പറയാമെന്ന് കേൾക്കുകയും പറഞ്ഞു വറഖത്ത് ബിൻ നൗഫലിനോട്. അപ്പൊ നബി തങ്ങളുടെ ആ സംഭവം അതേപടി പറഞ്ഞു കൊടുത്തു. വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഇത് പണ്ട് മൂസ നബിക്കിന്റെ പേരിൽ അള്ളാഹു ഇറക്കി കൊടുത്ത നാമൂസാണ്, ജിബ്രീലാണ് വന്നിരിക്കുന്നത്. മൂപ്പർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. മൂപ്പർക്ക് പഴയ ഇഞ്ചിയിലോ കിതാബ് കിട്ടുന്ന ആളാണല്ലോ. മൂപ്പരിങ്ങനെ ആലോചിച്ച് പറഞ്ഞു, ഔ ലൗ കുന്തു ഹയ്യൻ ഫീ ദാലിക സമാൻ ല ശദ്ദത്തുക, അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ മോനെ നിങ്ങൾക്ക് ഞാൻ ശക്തി പകരുമായിരുന്നു. ഇത് യുഹ്രിജുക കൗമുക, നിങ്ങളെ ആൾക്കാർ ഈ നാട്ടിൽ നിങ്ങളെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ എനിക്ക് ഇത്ര വയസ്സായില്ലേ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അപ്പൊ മുഖ്രിജയും ആൾക്കാർ ഈ നാട്ടിൽ പുറത്താക്കുക ചോദിച്ചു. അതാ മോനെ, നിന്നെ പോലത്തെ ദൗത്യവുമായി വരാൻ പോകുന്ന ആര് വന്നാലും അവർക്കൊക്കെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒന്നുകൂടി ഉറപ്പായി ഖദീജ ബീവിക്ക് സംഭവം ഇത് നബി തന്നെയാണ് എന്ന് പറഞ്ഞു.